ഹായ്, ഇന്ന് നമ്മൾ ഇടിയൻ ചക്കയും മുതിരയും കൊണ്ട് ഒരു പുഴുക്കാണ് ഉണ്ടാക്കണത്. സാധാരണ പുഴുക്ക് ഉണ്ടാക്കണ പോലെ അത്ര വെള്ളത്തോടു കൂടി അല്ലാട്ടോ അത് ഉണ്ടാക്കണേ. അതിനുവേണ്ടി തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മുതിര നന്നായി കഴുകി അത് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ നമ്മൾ 4 വറ്റൽമുളക് രണ്ടാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മുതിര വേവിച്ചെടുത്തിട്ടുണ്ട്. മുതിര വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോകണ്ട, എന്നാൽ വേവും വേണം അത്യാവശ്യത്തിന്. ഇപ്പോൾ ഇതാ നമ്മുടെ മുതിര വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇടിയൻ ചക്കയാണ്. നമ്മളൊരു ഇടിയൻ ചക്കയുടെ പകുതിയാണ് എടുത്തേക്കണേ. നന്നായി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുണ്ട്. മുതിര വെന്ത വെള്ളത്തിൽ നിന്ന് മുതിര മാത്രം ഊറ്റി മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് ഇടിയൻ ചക്കയും കൂടി ഇട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിയൻ ചക്ക ഒരു വിസിലാണ് അടുപ്പിച്ച് നന്നായി വെന്തിട്ടുണ്ട്. അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെന്ത മുതിരയും ഇടിയൻ ചക്കയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ടെങ്കിലും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സാധാരണ പുഴുക്കുണ്ടാക്കണ പോലെ നമ്മൾ നാളികേരം ജീരകം ഒന്ന് അരച്ചിട്ടല്ല ഇതിൽ ചേർക്കണേ. നമ്മൾ നാളികേരം ചിരകി വെച്ചതാണ് ഇതിൽ ചേർക്കണേ കേട്ടോ. അപ്പോൾ 2 പിടി നന്നായി 2 കൈപ്പിടി നാളികേരം ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പുഴുക്കിൽ നമ്മൾ കടുക് മുളകൊന്നും താളിച്ചിടുന്നില്ല. മുളക് നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. വല്ലാതെ ഡ്രൈ ആയിട്ടല്ല ഈ പുഴുക്ക് ഇരിക്കുക, ചെറിയൊരു വെള്ളമയത്തോട് കൂടിയിട്ടാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.